നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് അഖിലം പൊന്നോണം 2026 ദിയ ഫാമിലി ഒരുക്കുന്ന ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. ഈ ഒരു ഓണം എനിക്ക് വളരെ സ്പെഷ്യലാണ്. ഞാൻ എന്നൊരു ഓതർ കൂടിയായിരിക്കുകയാണ്. ഞാൻ എഴുതിയൊരു ബുക്കിൻ്റെ പ്രകാശനം ഇന്നിവിടെ നടക്കുകയാണ്. ഞാനൊരു ഓതറാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാനൊരു ഓതറായതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഒരിക്കലും ഒരു അമ്മമാർക്കും സഹിക്കാൻ കഴിയാത്ത ഒരു പെയിൻ എനിക്ക് ഉണ്ടായി. ആ ഒരു പെയിനിൽ നിന്ന് മറികടക്കാൻ എന്നെ തന്നെ ഒരു ഹീലിങ്ങിന് വിധേയമാക്കേണ്ടി വന്നു. ആ ഹീലിംഗ് ജേണിയിലൂടെ കടന്നു പോയതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കടന്നു വന്ന വഴികളിലൂടെ ഒരുപാട് അമ്മമാർ അല്ലെങ്കിൽ ഒരുപാട് സഹോദരിമാർ പോകുന്നുണ്ടാകാം. അവർക്ക് ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ ഞാൻ കടന്നുപോയ സാഹചര്യങ്ങൾ എന്താണെന്നും അതിനെ മറികടക്കാൻ ഞാനെടുത്ത സ്റ്റെപ്സ് എന്താണെന്നും അവർക്ക് മനസ്സിലാകും. പല രാത്രികളും ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. ഓൺലൈൻ ഹീലിങ്ങിലൂടെ അത് നടക്കുമ്പോൾ അൺകോൺഷ്യസ് ആകുമായിരുന്നു. ഒപ്പം എന്നെ ഏറെ വേദനിപ്പിച്ചിരുന്നത് എൻ്റെ ഹസ്ബൻഡ് ഹാളിലിരുന്ന് നിശബ്ദമായി കരയുന്നതായിരുന്നു. പക്ഷേ കൺസിസ്റ്റൻ്റായിട്ട് ഞാൻ കീപ്പ് ചെയ്തത് ചാരിറ്റിയും എൻ്റെ ജിം വർക്കൗട്ടുമായിരുന്നു. അത് സ്ട്രഗിള് മറികടക്കാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഞാനൊരു ലൈഫ് കോച്ചിങ് ജേണിയിലേക്ക് വരുന്നത് സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ ബോഡിയിലാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇമോഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് റിലീസ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാർഗം ബോഡി മൂവ്മെൻറ്റ്സ് ആണ്. അതിന് എക്സർസൈസാണ്, മോസ്റ്റ്ലി സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഓരോ ഡംബൽസ് എടുത്ത് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴും എൻ്റെ 2 കണ്ണുകളിലൂടെ കണ്ണുനീർ വരും. പക്ഷേ അവിടെ എന്നെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. എൻ്റെ സിസ്റ്റേഴ്സ് മാതിരി, ചേച്ചി, എൻ്റെ ചിന്തകൾ പോകുമ്പോൾ അവർ ഓടി വന്ന് എന്നെ വിളിക്കും. അവർ വിളിച്ച്, ചേച്ചി ഇവിടെ ആ സ്ക്രീനിൽ കടലിൻ്റെ പിക്ചർ കാണുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. ഞാൻ പറയും, മോളെ ഇതൊന്ന് ചേഞ്ച് ചെയ്ത് തരൂ. ഒരുപാട് ദൈവങ്ങളെ നമ്മൾ പല പേരിട്ട് വിളിക്കുമെങ്കിലും ഒരൊറ്റൊരാളാണ് ക്രിയേറ്റർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തന്നെയാണ്, ആ ഒരു വിശ്വാസമാണ് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തത്. എൻ്റെ ഹീലർ ഒരു ദൈവത്തെ പോലെ എന്നിലേക്ക് വന്നു. ഒരു 8 months അതികഠിനമായ ഹീലിംഗ് ജേണിയിലൂടെയാണ് ഞാൻ കടന്നു പോയത്. എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുമായിരുന്നു. അതെൻ്റെ ഹൃദയഭേദകമായ ഒരു മെസ്സേജായിരുന്നു. അതെനിക്ക് ഇവിടെ പറയാൻ പറ്റുന്നില്ല. അതെൻ്റെ മോനോട് പറഞ്ഞു. ഞാൻ പൊട്ടിക്കരഞ്ഞ് ഞാനെന്നും പ്രാർത്ഥിക്കുന്ന ആ പ്ലേസിലേക്ക് ഞാൻ നോക്കി. ആ നോക്കിയ സമയത്ത് കുനിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ ഇനി എൻ്റെ ജീവിതം ഇവിടെ അവസാനിപ്പിച്ചാലോ എന്ന് എനിക്ക് തോന്നി. അർജുന മോനെ വിളിച്ചു. ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ മോൻ എന്നോട് പറഞ്ഞത്, അമ്മേ കരയാതമ്മേ. അവൻ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ് ആ ഒരു നിമിഷം ഞാൻ മനസ്സിലാക്കി, ഇനി എൻ്റെ പൊന്നു മോനെ എനിക്ക് കരയിപ്പിക്കാൻ പാടില്ല. അവനൊരൊറ്റപ്പെട്ട് നിൽക്കുന്ന മോനാണ്. ഞാനെന്നൊരമ്മ സഹിച്ച്, അല്ലെങ്കിൽ ഹർഷനെന്നൊരു അച്ഛൻ സഹിച്ചതിനേക്കാളേറെ സഹിച്ചൊരു വ്യക്തിയാണ് അർജുൻ മോൻ. അവനെ എനിക്ക് കരയിപ്പിക്കാൻ പാടില്ല. എൻ്റെ ലൈഫിലേക്ക് എനിക്ക് തിരിച്ചു വരണം. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊല്ലം, അവിടെ ഓരോ മക്കളും അമ്മ എന്തെടുക്കുക, അമ്മ ഇതുപോലൊരു മകനെ പ്രസവിച്ചല്ലോ അമ്മേ എന്ന് പറഞ്ഞ് എൻ്റെ കവളിൽ ഉമ്മ തരുന്ന എൻ്റെ കൃപമോള്, അവൾ ഇടയ്ക്കെല്ലാം പറയും, അമ്മ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, അമ്മ ഒരു ബുക്ക് എഴുതണം, അമ്മയോടൊപ്പം ഞാനുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് അവൾ എനിക്ക് മെസ്സേജ് അയക്കും. എൻ്റെ സ്വീറ്റേയും പറഞ്ഞിട്ടുണ്ട് ബുക്ക് എഴുതാൻ. അതിനുശേഷം ആ ജേണി സ്റ്റാർട്ട് ചെയ്ത് ഹീലിംഗ് വിധേയമായതിനു ശേഷം എനിക്ക് മനസ്സിലായി എൻ്റെ ലൈഫ് ഇനി വേറെ ലെവലാണ്. ഞാൻ ഈ ഒരു ഭൂമിയിലേക്ക് വന്നത് എന്തോ ഒരു പർപ്പസ് എനിക്കിവിടെ ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും എനിക്കത് ചെയ്യണം. ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അടുത്ത് പോയി വന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ലിസി മാമിനെ കണക്ട് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. രാജി ആരാ എനിക്ക് മനസ്സിലായില്ല. എനിക്കൊന്നും പറയേണ്ടതായിരുന്നില്ല. ഞാൻ എൻ്റെ അഖിൽമോൻ്റെ കോളേജിൽ പോയ ഒരു സ്പീച്ച് അയച്ചു കൊടുത്തത്. അപ്പോൾ ആ മാം എന്നോട് പറഞ്ഞത്, എന്തൊരു സ്റ്റോറിയാണ് രാജിയുടെ സ്റ്റോറി. ഇത് ഇവിടെ നടന്നൊരു കാര്യമല്ല. ഇത് രാജി അത്രത്തോളം ദൈവത്തിനെ വിളിച്ചതുകൊണ്ടായിരിക്കാം എന്നെ കണക്ട് ചെയ്യാൻ കഴിഞ്ഞത്. ഞാൻ എന്താ മാം, രാജിക്ക് എൻ്റെ സ്റ്റോറി അറിയോ? എൻ്റെ മോൻ്റെ പേര് അബി എന്നാണ്. മോൻ ഇന്ന് പോയിട്ട് 7 മാസമേ ആയിട്ടുള്ളൂ. അബിമോനും അഖിൽമോനും ക്രിയേറ്ററിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവർ തങ്ങളെ കണക്ട് ചെയ്തിട്ട്
എൻ്റെ അമ്മയും കൂടി ഒന്ന് രക്ഷപ്പെടുത്തൂ എന്ന് ചോദിക്കുന്ന ആ ഒരു രാജിക്ക് ഏറ്റവും നല്ലൊരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ചായി മാറാൻ പറ്റും. രാജിയുടെ സ്റ്റോറി അങ്ങനെ ഒരു സ്റ്റോറിയാണ്. ഇതാണ് ആ മാം എനിക്ക് അയച്ചു തരുന്നത്. ഹർഷേണ നല്ല ഉറക്കം, ഞാൻ ഹോളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്, എനിക്കിത് ആരെടുത്ത് പറയാൻ പറ്റും? മാമിൻ്റെ സ്റ്റോറി പറയുമ്പോൾ അണ്ണൻ പെയിൻഫുൾ ആകുമോ? എനിക്കത് പറയാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങൾ ഒരിക്കലും അഖിൽ മോൻ്റെ പേര് വീട്ടിൽ പറയില്ല. അപ്പോൾ ഞാനിനി എന്ത് ചെയ്യും? അർജുൻ ആ ദിവസം അന്ന് വൈകിട്ട് മോൻ വിളിച്ചില്ല. വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് 2-3 ഡേയ്സേ ഉള്ളൂ. അണ്ണൻ അവിടെ ഒരു ജുവലറി കയറി. ഞാൻ കുറച്ച് ബാക്കിലേക്ക് നിൽക്കുമായിരുന്നു. അണ്ണൻ പോയിട്ട് എനിക്കൊരു റിങ് എടുത്ത് വെച്ചപ്പോഴും എൻ്റെ മനസ്സ് മുഴുവൻ ലിസി മാം പറഞ്ഞ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ചും മാമിൻ്റെ ജേണിയും എൻ്റെ ജേണിയും എത്രയും ആ ഒരു സോൾ അല്ലെങ്കിൽ ആ റൂഹിൻ്റെ ആ ഒരു കാര്യമാണ് മാം പറഞ്ഞത്. എനിക്ക് റിവീൽ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ കണ്ട കാഴ്ച ഒരു ലാവൻഡർ കളറും ക്രീം കളറുമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ ലാസ്റ്റ് ഇയറിൽ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത ആ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എങ്കിലും ഞാനത് കണ്ടപ്പോൾ പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് എന്തോ ക്രിയേറ്റർ അല്ലെങ്കിൽ യൂണിവേഴ്സ് ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടോ എന്ന് മനസ്സിലായി. അതിലെ സെയിൽസ്മാൻ ഒരു റിങ് എടുത്ത് തന്ന് ചേട്ടൻ ചേച്ചിക്ക് എടുത്തു വെച്ചതാ എന്ന് പറഞ്ഞു. ഞങ്ങൾ പേ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ബാക്കിൽ നിന്ന് അവർ വിളിക്കുകയാണ്, ചേച്ചി ചേട്ടാ ഒരു നിമിഷം. അവർ ആ സോഫയിൽ ഞങ്ങൾ രണ്ടുപേരെയും പിടിച്ചിരുത്തി. ഇവിടെ ഒരാൾ പോയിട്ട് കേക്ക് വാങ്ങി കൊണ്ടുവന്ന് കുറേ മക്കൾ, പാകിസ്ഥാനിലുള്ള കുറേ കുഞ്ഞു മക്കളുണ്ടായിരുന്നു. ഒരു 3 പെൺകുട്ടികളുള്ള ഒരു ഫാമിലി വന്ന് പറയാണ്, ആൻറ്റി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ, സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു കേക്ക് കട്ടിങ് അവിടെ നടന്നു. എത്ര പേരായിരുന്നു അതിൻ്റെ പങ്കെടുത്തതെന്ന് ഞാൻ ആലോചിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു ലൈഫിൽ ചേഞ്ചസ് ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അണ്ണൻ കേക്ക് കട്ട് ചെയ്തിട്ട് ആദ്യം എനിക്കല്ല തന്നത്, ആ മക്കൾക്ക് എല്ലാവർക്കും കൊടുത്തിട്ട് എനിക്ക് തന്നു. അവിടെ വെച്ച് എനിക്ക് മനസ്സിലായി ഈ ഒരു മിറക്കിളായി ഞങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കുന്നു. ഇനിയും സന്തോഷിക്കാനും ഒരുപാട് പേർക്ക് നന്മ ചെയ്യാനും ലൈഫ് ചേഞ്ച് ചെയ്യാനും കഴിയും എന്നുള്ളൊരു സൂചനയാണ് എനിക്ക് കിട്ടിയത്. ഫ്രീഡം ബിസിനസ് നെറ്റ്വർക്ക് ലിസി മാമിൻ്റെ ലൈഫ് സ്കിൽസ് അക്കാഡമിയിൽ ജോയിനായി. അതിനുശേഷം ഇന്ന് മലേഷ്യയിൽ പോയി ഗ്രാജുവേഷൻ സെറിമണി അറ്റൻഡ് ചെയ്തു, സർട്ടിഫിക്കറ്റ് നേടി. ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ എന്നെ തേടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അഖിൽ സോൾ ലെഗസി എന്നുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് കൊടുക്കാൻ എനിക്കിന്ന് കഴിയുന്നുണ്ട്. ഒരച്ഛൻ, അമ്മ, 2 മക്കളുള്ള ഒരു മോള്, ആ ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് ആ പെൺകുട്ടിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ടായി. ചേച്ചി, എനിക്ക് എൻ്റെ മോനെയും കൊണ്ട് സൂയിസൈഡ് ചെയ്യാനേ ഇനി ഒരു വഴിയുള്ളൂ. ഞാൻ ആ മോളെ 7 ഡേയ്സ് പ്രോഗ്രാം കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഒപ്പം അഖിൽ സോൾ ലെഗസി എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഡെയിലി സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻസ്പിറേഷൻ വീഡിയോസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിലൂടെ ഞാൻ എന്നുള്ള ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ച്, മിഡ് ലൈഫ് ഇമോഷണൽ ഹീലർ, സ്റ്റുഡൻറ് കോച്ച്, ഒരുപാട് കാര്യങ്ങൾ സൊസൈറ്റിക്ക് ഇനിയും ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടെ വളരെ ഫാമിലിയുടെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും പാരൻസിൻ്റെയും എൻ്റെ ഗുരുക്കന്മാരുടെയും സപ്പോർട്ടോടു കൂടി മുമ്പോട്ട് പോകുന്നു. മൈ തോട്ട്സ് ആൻഡ് വേർഡ്സ് ആർ ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ഗോഡ്. താങ്ക് യു.